നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഭയപ്പാട് മൂലം പലതും പറയാതെ വളരെയധികം സൂക്ഷ്മതയോടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ജഗദീപ് ധൻഖർ എന്ന തീപ്പൊയ് പ്രാസംഗികനായ BJPയുടെ തുറുപ്പുചീട്ടായ നേതാവ് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം BJPയുമായുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു രീതിയിലും മാധ്യമങ്ങളോട് വിശദീകരിക്കാതെ പെട്ടെന്ന് BJP നേതൃത്വവുമായി സലാം പറഞ്ഞത്? അതിൻ്റെ വിശദീകരണങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ കൊടുക്കാറില്ല. ദേശീയ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി കാര്യമായി ഒരു രീതിയിലും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തെന്നാൽ ഗോദി മീഡിയകൾക്ക് ഒരു രീതിയിലും അദ്ദേഹം തൽപരനാകാത്ത സ്ഥിതിവിശേഷമായി. അദ്ദേഹം ഗോദി മീഡിയകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് നന്നായി സംഘപരിവാറിന് കുഴലൂതിയ ജഗദീപ് ധൻഖറിന് അറിയാമായിരുന്നു. ബംഗാളിൻ്റെ ഗവർണറാക്കിയാണ് ജഗദീപ് ധൻഖറെ BJP പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിച്ചത്. BJPക്ക് വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജഗദീപ് ധൻഖറിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പരിശ്രമം മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ അവരെ വലിയ തോതിൽ വിമർശിക്കാൻ ജഗദീപ് ധൻഖർ തയ്യാറാകുന്നതിൻ്റെ എല്ലാ ക്രെഡിറ്റും BJP അദ്ദേഹത്തിന് കൊടുക്കുകയും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ചീഫ് ജസ്റ്റിസായ BR ഗവായിയുമായും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളുമായും അദ്ദേഹം സമരസപ്പെടാൻ തയ്യാറായില്ല. അദ്ദേഹം വലിയ തോതിൽ അവരുമായി എതിർക്കാൻ ശ്രമിച്ചു. പക്ഷെ പിന്നീടാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. താൻ നിൽക്കുന്നത് ശരികേടിൻ്റെ പക്ഷത്താണ്. നെറികേടിൻ്റെ വക്താവായി തന്നെ ചരിത്രം വിധിയെഴുതും. തനിക്ക് ഉളുപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൻഖർ BJP നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ എന്നോണം തന്നെ പറഞ്ഞു, യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ഇംപീച്ച്മെൻ്റ് നടപടിയിൽ എന്തുകൊണ്ട് BJP മെല്ലെപ്പോക്ക് നടത്തുന്നു? ഉത്തരം വളരെ ലളിതമായിരുന്നു. അതായത് BJP നേതാക്കൾക്കെതിരെ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാരായിരുന്നാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവനായാലും അയാളുടെ കാര്യം കട്ടപ്പുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോയയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യം. അമിത്ഷാ എന്ന ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പണ്ടത്തെ ഗുജറാത്തിലെ ലോക്കൽ നേതാവിനെതിരെ വിധി പറയാൻ ലോയ കാണിച്ച അസാമാന്യ ധൈര്യമുണ്ടായിരുന്നു. അതിന് കൊടുക്കേണ്ടി വന്നത് തൻ്റെ ജീവനായിരുന്നു എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ വെറുതെ രാഷ്ട്രീയത്തിലെ വാചക കസർത്ത് നടത്താൻ വേണ്ടി പറയുന്നതല്ല. ഇത് സത്യമായും സംഭവിച്ച കാര്യമായതിനാൽ ഗുജറാത്തിലെ കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെപ്പറ്റി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ കഥയോ ചിത്രമോ അതല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഫീച്ചറോ എഴുതുമ്പോൾ BJPയും സംഘപരിവാറും അസ്വസ്ഥരാകും. അവർ അതിനെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് തീപ്പന്തവുമായി എത്തുകയും ചെയ്യും. ജഗദീപ് ധൻഖറിനും പറ്റിയത് അതുതന്നെയാണ്. അദ്ദേഹം മനഃപൂർവ്വമായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു പോയതാണ്. പക്ഷേ അത് BJP നേതാക്കളുടെ ശത്രുത പിടിച്ചു പറ്റാൻ തക്ക വലിയ കൊടൂര കൃത്യമാണ് എന്ന് ധൻഖറിന് മനസ്സിലായപ്പോഴാണ് ഭയം കൊണ്ട് അദ്ദേഹം ഒളിച്ചോടിയത്. ധൻഖർ തുറന്നു പറയണമെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും പറയുന്നത് അദ്ദേഹത്തിന് തൻ്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ പറയാം എന്നൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് വ്യക്തം.